ആം ആദ്മി പാർട്ടി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാലാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള 38 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കി. AAP നേതാവ് അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കും. മുഖ്യമന്ത്രി അതിഷി കൽക്കാജിയിൽ നിന്ന് വീണ്ടും മത്സരിക്കും. സൗരഭ് ഭരദ്വാജ് ഗ്രേറ്റൽ കൈലാഷിൽ നിന്ന് AAP പ്രതിനിധീകരിക്കും. കസ്തൂർബ നഗറിലെ നിലവിലെ MLA ആയിട്ടുള്ള മദൻ ലാലിനെ മാറ്റി രമേശ് പെഹൽവാനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. രമേശ് പെഹൽവാനും ഭാര്യ കൗൺസിലർ കുസുമം ലതയും BJP വിട്ടതിനു ശേഷം കഴിഞ്ഞ ദിവസം രാവിലെയാണ് AAPയിൽ ചേർന്നത്. 38 സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ സൗരഭ് ഭരദ്വാജ്, ഗോപാൽ റായി, സത്യേന്ദ്ര കുമാർ ജെയിൻ, ദുർഗേഷ് പതകെ എന്നിവരുൾപ്പെടെ പാർട്ടിയുടെ മറ്റ് പ്രധാന നേതാക്കളും ഉൾപ്പെടുന്നുണ്ട്. 2025 ഫെബ്രുവരിയിലാണ് ദേശീയ തലസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഇന്ന് ആം ആദ്മി പാർട്ടി 70 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും മുന്നൊരുക്കത്തോടെയുമാണ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. BJP എവിടെയും കാണാനില്ല. അവർക്ക് മുഖ്യമന്ത്രി മുഖമില്ല, ഡൽഹി ടീമില്ല, ആസൂത്രണമില്ല, അതേക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമില്ല. അവർക്ക് ഒരേ ഒരു മുദ്രാവാക്യം, ഒരു നയം, ഒരു ദൗത്യം: കെജ്രിവാളിനെ നീക്കം ചെയ്യുക. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിനു ശേഷം അരവിന്ദ് കെജ്രിവാൾ എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്: കഴിഞ്ഞ 5 വർഷമായിട്ട് അവർ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അവരുടെ ഒരേ ഒരു മറുപടി തങ്ങൾ കെജ്രിവാളിനെ ഒരുപാട് വിമർശിച്ചു എന്നത് തന്നെയാണ്. മറുവശത്ത് ഞങ്ങളുടെ പാർട്ടിക്ക് ഡൽഹിയുടെ വികസനത്തിനായുള്ള കാഴ്ചപ്പാടും ഒരു പദ്ധതിയും അത് നടപ്പിലാക്കാൻ ശക്തവും വിദ്യാസമ്പന്നരുമായിട്ടുള്ള ഒരു ടീമുമുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ നമുക്കിവിടെയുണ്ട്. ഡൽഹിയിലെ വോട്ട് ചെയ്യുന്നത് ജോലി എടുക്കുന്നവർക്കാണ്, അധിക്ഷേപങ്ങൾ മാത്രം ഉന്നയിക്കുന്നവർക്കല്ല എന്നും അദ്ദേഹം എക്സ്പോസ്റ്റിൽ കുറിച്ചിരുന്നു. എന്നാൽ ഈ അടുത്ത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യത്തിനില്ല എന്ന് ആവർത്തിച്ച് ആം ആദ്മി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വന്നിരുന്നു. ഇത്തവണയും തനിച്ച് തന്നെ മത്സരിക്കുമെന്നും ഡൽഹിയിൽ കൂറ്റൻ വിജയം സ്വന്തമാക്കാൻ കഴിയുമെന്നും കെജ്രിവാൾ പറഞ്ഞിരുന്നു. എക്സിലൂടെ തന്നെയായിരുന്നു അദ്ദേഹം ആ പ്രതികരണവും നടത്തിയത്. ആം ആദ്മി തന്നെ തനിച്ച് മത്സരിക്കും, കോൺഗ്രസുമായി സഖ്യത്തിന് യാതൊരു സാധ്യതയുമില്ല. പിന്നീട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസുമായി സഖ്യത്തിലായിരുന്ന ആം ആദ്മി പാർട്ടി മത്സരിച്ചിരുന്നത്. ആകെയുള്ള 7 സീറ്റിൽ 4 ആം ആദ്മിയും 3 സീറ്റിൽ കോൺഗ്രസുമായിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചത്. എന്നാൽ യാതൊരു മുന്നേറ്റവും പാർട്ടികൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. ഇക്കുറിയും BJP ഡൽഹി തൂത്തുവാരുകയായിരുന്നു. നേരത്തെ 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആം ആദ്മി സർക്കാരിന് കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണ നൽകിയിരുന്നു. എന്നാൽ ഭരണത്തിലേറി 49ാം ദിവസം സർക്കാർ താഴെ വീണു. പിന്നീട് 2015ലും 2020ലും വലിയ ഭൂരിപക്ഷത്തിൽ ആം ആദ്മി തനിച്ച് അധികാരം പിടിക്കുകയായിരുന്നു. 2015ൽ 67 സീറ്റും 2020 62 സീറ്റുകളുമായിരുന്നു ആം ആദ്മിക്ക് ലഭിച്ചത്. അതേസമയം ആം ആദ്മിയുമായി സഖ്യത്തിനില്ല എന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസും വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തനിച്ചായിരിക്കും മത്സരിക്കുകയെന്നാണ് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് വ്യക്തമാക്കിയത്. അഴിമതിക്കാരനായിട്ടുള്ള കെജ്രിവാളിന്റെ പാർട്ടിയുമായിട്ട് യാതൊരു സഖ്യവും ഉണ്ടാകില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുമായി സഖ്യം ഉണ്ടാക്കിയതിന് ഞങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വന്നു. യാദവ് പറഞ്ഞതും അങ്ങനെയാണ്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ ആം ആദ്മി ഊർജിതമാക്കി തന്നെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 40 പേരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടിക ആം ആദ്മി പുറത്തുവിട്ടിരുന്നു. മനീഷ് സിസോദിയ അടക്കമുള്ളവരുടെ പട്ടികയാണ് പുറത്തുവിട്ടിരുന്നത്. പാർട്ടി നടത്തിയ സർവേയിൽ ഇക്കുറിയും തങ്ങൾക്ക് അനുകൂലമാണ് സാഹചര്യം എന്നാണ് വിലയിരുത്തുന്നത്. ഇതിന് പിന്നാലെയാണ് കെജ്രിവാളും അതിഷിയുടെ പേര് വീണ്ടും ഉയർന്നു കേൾക്കുന്നത്.